എത്ര വർക്ക് ചെയ്താലും ഇറ്റ്സ് നോട്ട് ഇനഫ്. ഇനിയും വർക്ക് ചെയ്യണം. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ വരെ ഇനി പെൻഡിങ് ആയിട്ടുള്ള വർക്കിനെ പറ്റിയിട്ട് ആലോചിക്കുക. മൈൻഡിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ടു ഡു ലിസ്റ്റ് ഇടുക. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാതിരിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മേ ബി സ്ട്രെസ് ടേക്കിംഗ് ഓവർ യുവർ ബോഡി ആൻഡ് മൈൻഡ്. ഡെഡ് ലൈൻസിനോട് മാത്രം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. ബോഡി ഒരു കോൺസ്റ്റൻറ്റ് സർവൈവൽ മോഡിൽ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ ഒപ്പം ഫിസിക്കലി നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തലവേദന, ഈ ചെസ്റ്റിലുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെവിനെസ്, സ്ലീപ്പ് ആൻഡ് സ്റ്റമക്ക് ഇഷ്യൂസ്, ഇതൊക്കെ സ്ട്രെസ്സിനോട് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ബോഡിയിൽ ഷോ അപ്പ് ചെയ്യാം. തെറപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. സ്ട്രെസ് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഷോ അപ്പ് ചെയ്യണതെന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കി അവയർനെസ്സും ബൗണ്ടറീസും ഹെൽത്തി കോപ്പിങ്ങിലൂടെ എങ്ങനെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും മെല്ലെ ആ ഒരു ബാലൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാനും തെറപ്പിയിലൂടെ നമുക്ക് പറ്റും. നിങ്ങളും ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ മൈൻഡ് സ്വിച്ചിനെ കോൺടാക്ട് ചെയ്യുക.